ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിനു സമീപം പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യത. കേരളത്തിൽ അടുത്ത 5 ദിവസം ഇടത്തരം മഴയ്ക്ക് സാധ്യതയെന്നും കാലാവസ്ഥാ വകുപ്പ്. വിവരങ്ങളുമായി എസ് ശാലിനി ചേരുന്നു. ശാലിനി, ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും മഴ ശക്തമാകുകയാണ്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ബംഗാൾ ഉൾക്കടലിൽ വീണ്ടും ഒരു ന്യൂനമർദ്ദ സാധ്യതയുണ്ട് എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുന്നത്. ഈ മാസം 25-ാം തീയതിയോടുകൂടി വടക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ ഒഡീഷ പശ്ചിമ ബംഗാൾ തീരത്തിന് സമീപമായി ഒരു പുതിയ ന്യൂനമർദ്ദം രൂപപ്പെടാൻ സാധ്യതയുണ്ട് എന്ന സ്ഥിരീകരണം വരികയാണ്. ഒപ്പം തന്നെ കേരളത്തിൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ വരുന്ന 5 ദിവസം നേരിയതോ അല്ലെങ്കിൽ ഇടത്തരമായ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. 26, 27 തീയതികളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നും കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിക്കുകയാണ്. 26-ാം തീയതി വിവിധ ജില്ലകൾക്ക്, പ്രത്യേകിച്ചും മധ്യ കേരളത്തിലും വടക്കൻ കേരളത്തിലെയും വിവിധ ജില്ലകളിൽ യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. തൃശൂർ, ഒപ്പം തന്നെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകൾക്കാണ് 26-ാം തീയതി യെല്ലോ അലർട്ട് മുന്നറിയിപ്പുള്ളത്. കൂടാതെ തന്നെ 27-ാം തീയതി എറണാകുളം, തൃശൂർ, പാലക്കാട് പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകൾക്കും ശക്തമായ മഴയ്ക്കുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയ്ക്കും 27-ാം തീയതി ശക്തമായ മഴയ്ക്കുള്ള യെല്ലോ അലർട്ട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. എന്തായാലും സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ശക്തമായ മഴ കേരളത്തിൽ ലഭ്യമാകാൻ പോവുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ ന്യൂനമർദ്ദ സാധ്യത കൂടി ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം പ്രവചിക്കുകയും ചെയ്യുന്നുണ്ട്. ശരി, ശാലിനിയാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്. വീണ്ടും മഴയ്ക്ക് സാധ്യതയെന്ന വാർത്തയാണ് ഇപ്പോൾ വരുന്നത്.